السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وجوه يومئذ ناظرة إلى ربها ناظرة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയിൽ ദിനേന നമ്മൾ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് തേടിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയമായ ലോകം, ആ ലോകത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും പ്രത്യേകതകളുമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നതെന്തും സ്വർഗത്തിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ഓർമ്മപ്പെടുത്തിയതാണ്. ആ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും, സ്വർഗവാസികളുടെ ഏത് ആഗ്രഹങ്ങളും അവിടെ നിവർത്തിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത്ഭുതകരങ്ങളായ ചില കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കാൻ പോകുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗീയമായ അനുഭൂതികളെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ സമീപത്ത് ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഇരിപ്പുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ ഉണ്ടാകുന്ന ചില അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ ഇസ്തഅദന റബ്ബഹു ഫിസ്സർഇ, അദ്ദേഹത്തിന്റെ മോഹം കൃഷി ചെയ്യണമെന്നാണ്. സ്വർഗത്തിലെത്തിയിട്ടും കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ മോഹം അടങ്ങിയിട്ടില്ല. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അങ്ങനെ അദ്ദേഹം തന്റെ റബ്ബിനോട് കൃഷി ചെയ്യുവാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ അല്ലാഹു തആല ചോദിക്കും, അലസ്ത ഫീമാ ശിഅത, ഉദ്ദേശിക്കുന്നതെന്തും നിനക്ക് ഇവിടെ ഇല്ലേ? ആ മനുഷ്യൻ പറയും, ബല, ഉണ്ട്. വലാകിൻ നുഹിബ്ബു സ്സറഅ, എന്നാലും എനിക്ക് കൃഷി ചെയ്യാൻ ഒരു മോഹം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫബദറ, ആ മനുഷ്യൻ വിത്തിറക്കുന്നു. ഫബാദറ തർഫ നബാതുഹു വസ്തിവാഉഹു വസ്തിഹ്സാദുഹു ഫകാന അംസലൽ ജിബാൽ. വിത്തിറക്കലും അദ്ദേഹത്തിന്റെ കണ്ണിമ വെട്ടുന്ന സ്പീഡിൽ അത് മുളയ്ക്കുന്നു, അത് വളർന്നു വലുതാകുന്നു, അത് കൊയ്തെടുക്കാൻ പാകത്തിലാകുന്നു. ഫകാന അംസലൽ ജിബാൽ, അത് പർവ്വതത്തിന്റെ സമാനമായി അത് വളർന്നു വലുതായി പെരുകുന്നു. ഫയഖൂലു അല്ലാഹു തആല, അല്ലാഹു തആല ഈ മനുഷ്യനോട് പറയും, ദൂനക യബ്ന ആദം, എടുത്തോളൂ മനുഷ്യ. ഫഇന്നഹു ലാ യശ്ബഉക ശൈഉൻ, ഒന്നും മതിയാകുന്നില്ലേ? ഇങ്ങനെ കൃഷിക്ക് മോഹമുണ്ടാകുന്ന, എന്ത് മോഹിച്ചാലും നടക്കണമല്ലോ. അപ്പൊ കൃഷിക്ക് മോഹമുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ മോഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വളരെ കൃത്യമായി തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിങ്ങനെ പറഞ്ഞപ്പോ ഇത് കേട്ടിരിക്കുന്നുണ്ട് ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഒരു അഅറാബിയായ സഹാബി റസൂലുള്ളാഹിന്റെ അരികിൽ. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ തജിദുഹു ഇല്ലാ ഖുറശിയൻ ഔ അൻസാരിയ, പ്രവാചകരെ ഞാൻ മനസ്സിലാക്കുന്നില്ല, ആ ചോദിച്ച മനുഷ്യൻ ഒന്നുകിൽ ഖുറൈശിയോ അൻസാരിയോ ഒക്കെ ആയിരിക്കാനേ നിവൃത്തിയുള്ളൂ.
കാരണം ഫൈന്നഹും അസ്ഹാബു സറൈൻ, അവർക്കാണ് ഈ കൃഷിയോട് ഭയങ്കര മോഹം. ഉണ്ടാ ചോദിച്ച ആള് വല്ല ഖുറൈശിയോ അൻസാരിയോ ഒക്കെ ആയിരിക്കും. ഞങ്ങൾക്കൊന്നും അത്ര കൃഷിയിൽ മോഹമുള്ളവരല്ല, അതുകൊണ്ട് പരലോകത്ത് സ്വർഗത്തിലും അത് ചോദിക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നന്നായി ചിരിച്ചു അത് കേട്ടിട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോഹിക്കുന്നത് എന്തും ഉണ്ട്, അത് ഉണ്ടാകുന്നത് തന്നെയും അത്ഭുതകരമായ നിലക്കാണ് എന്ന് കൃഷി മോഹിച്ച ഒരു വ്യക്തിക്ക് അവിടെ ലഭിക്കാൻ പോകുന്ന കാർഷികമായ വിളകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി. ഇനി സന്താനമുണ്ടാകണം, ഗർഭം ധരിക്കണം, പ്രസവിക്കണം എന്നൊക്കെ മോഹപ്പെടുമ്പോ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഇബ്നു മാജ സഹീഹായ നിലക്കത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനു ഇദസ്തഹൽ വലദ ഫിൽ ജന്ന കാന ഹംലുഹു വവദ്ഉഹു ഫീ സഅത്തിൻ വാഹിദത്തിൻ കമാ യസ്തഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ വെച്ച് സന്താനത്തെ മോഹിച്ചാൽ ഗർഭധാരണവും പ്രസവവും ഒക്കെ ഒരൊറ്റ സമയത്താണ് നടക്കുക. വളരെ പെട്ടെന്ന് അത് നടക്കുന്നു. മോഹം പോലെ വളരെ പെട്ടെന്ന് സംഗതികൾ നടക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ സഹോദരങ്ങളെ, ലഹും മാ യശാഊന ഫീഹാ, മോഹിക്കുന്നതെന്തും ഉദ്ദേശിക്കുന്നതെന്തും അവർക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചതെന്നതാണ്. എന്തുമുണ്ട്, എന്തും മോഹിക്കാം, അതവിടെ തടസ്സമല്ല, അതവിടെ ലഭ്യമാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ആ നിലക്കുള്ള സ്വർഗീയമായ ലോകങ്ങളിലേക്ക് നമുക്കെല്ലാം അവന്റെ വലിയ തൗഫീഖും റഹ്മത്തും മുഖേന പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളുണ്ട്. സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഭൗതിക വിഭവങ്ങളെയും മനുഷ്യന് മനസ്സിലാകുന്ന നിലക്ക് അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ ഒരു താരതമ്യം നമുക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട്. കാരണം മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, മനുഷ്യനൊരു സ്വഭാവമുണ്ട്. അതെന്താ? തൊട്ടടുത്തുള്ളതിനെയാണ് പലപ്പോഴും അവൻ മോഹിക്കുക. ഐഹികമായ ലോകത്തുള്ളതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വിഭവങ്ങളും ചരക്കുകളും സുഖങ്ങളും സൗകര്യങ്ങളുമാണ്. പണ്ഡിതന്മാര് പറയാണ്, ഐഹിക ജീവിതത്തിൽ കാണുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേ അവസരത്തിൽ വനഈമുൽ ജന്നതി ഗൈബുൻ മൗഊദുൻ, സ്വർഗീയമായ സുഖങ്ങളും അനുഭൂതികളുമൊക്കെ ഇനി വരാനിരിക്കുന്ന ചില സംഗതികൾ മാത്രമാണ്. ദുന്യാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നമ്മൾ കാണുന്നതും അനുഭവത്തിൽ നമുക്ക് ദൃശ്യമാകുന്നതുമൊക്കെയാണെങ്കിൽ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ഗൈബാണ്, അദൃശ്യമാണ്, നമ്മൾ കണ്ടിട്ടില്ല. മൗഊദുൻ, അത് വരാൻ പോകുന്നു എന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടതും മാത്രമാണ്. മനുഷ്യന്റെ പ്രകൃതം എന്താ? വന്നാസു യതഅസ്സറൂന ബിമാ യറൗന വയുശാഹിദൂന, ജനങ്ങളുടെ സ്വഭാവം അവർ നേരെ കാണുന്നതും കൺമുമ്പിലുള്ളതുമാണ് അവരിൽ വല്ലാതെ സ്വാധീനിക്കുക. അതിനോടാ മോഹം ഉണ്ടാവുക, അതിനോടാണ് താല്പര്യം ഉണ്ടാവുക. ഇനി കിട്ടാനുള്ളതൊക്കെ വേറല്ലേ, ഇപ്പൊ കൺമുമ്പിലുള്ളതിനോടാണ് മനുഷ്യന് വല്ലാത്ത മോഹവും പ്രതിപത്തിയും ആഗ്രഹവും ഒക്കെ ഉണ്ടാവുക. മാത്രമല്ല വയസ്കുലു അലാ ഖുലൂബിഹിം, അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് വളരെ ഭാരമായി തോന്നും. എന്ത്? തർക്കുമാ ബൈന ഐദീഹിം, അവരുടെ കൺമുമ്പിൽ ഉള്ള ഒരു സൗകര്യത്തെ ഉപേക്ഷിച്ചിട്ട് ഇലാ ശൈഇൻ യനാലൂനഹു ഫിസ്സമനിൽ ആതി, വരാൻ പോകുന്ന ഒരു കാലത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് കണ്ണു നട്ടിരിക്കാൻ മനുഷ്യന് കുറച്ച് പ്രയാസമാണ്. കൺമുമ്പിലുള്ള ഉള്ളത് അനുഭവിക്കാതെ അതാണ് ഒഴിവാക്കിയിട്ട് വരാൻ പോകുന്ന ഒരു ലോകമുണ്ട് എന്ന് വിചാരിച്ചിരിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രയാസമുണ്ട്. മാത്രമല്ല ഫകൈഫ ഇദാ കാനൽ മൗഊദു യുനാലു ഗിബ്ബൽ മൗത്ത്, വരാൻ പോകുന്ന സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് അല്ലതാനും മരണാനന്തരം കിട്ടേണ്ടതുമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതം എപ്പോഴും എന്തായിരിക്കും? ദുനിയാവിലെ സുഖങ്ങൾ സുഖിക്കണം, ഇവിടെയുള്ള സൗകര്യങ്ങൾ ആസ്വദിക്കണം, ഇവിടെയുള്ള സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം, അതിൽ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നതാണ് മനുഷ്യന്റെ പ്രകൃതി.
അതുകൊണ്ട് അല്ലാഹ് എന്ത് ചെയ്തു? മിൻ അജ്ലി ദാലിക, ആ കാരണത്താൽ ഖാറനൽ ഹഖ് തബാറക വ തആല ബൈന മതാഇ ദുനിയാ വ നഈമിൽ ജന്ന. ഐഹികമായ ലോകത്തിന്റെ സുഖങ്ങളും സ്വർഗീയ സുഖങ്ങളും തമ്മിൽ പടച്ച റബ്ബ് ഒരു താരതമ്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. വബയ്യന, അല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്, അന്ന നഈമൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വ അഫ്ദൽ. ഐഹിക ലോകത്തുള്ള വിഭവങ്ങളെക്കാളെല്ലാം എന്തുകൊണ്ടും ഏറ്റവും സുഖങ്ങളും സൗകര്യങ്ങളും ശ്രേഷ്ഠതയും നിറഞ്ഞതാണ് സ്വർഗമെന്ന്. വഅതാല ഫീ ദമ്മിദ് ദുനിയാ വബയാനി ഫളിൽ ആഖിറ. ഐഹികമായ ജീവിതത്തിൽ മാത്രം കെട്ടുപിണഞ്ഞ് ജീവിക്കുന്നവരെയും പാരത്രികമായ സൗകര്യങ്ങളെയും സുഖങ്ങളെയും അവഗണിക്കുന്നവരെയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? വമാ ദാലിക ഇല്ലാ ലിയജ്തഹിദൽ ഇബാദു ഫീ ത്വലബിൽ ആഖിറതി വനൈലി നഈമിഹാ. പാരത്രികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ തേടാൻ മനുഷ്യൻ, അള്ളാഹുവിന്റെ അടിമകൾ നന്നായി അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്ന നിലക്ക് അല്ലാഹു തആല ധാരാളം ആയത്തുകളിലൂടെ ഐഹിക സുഖ സൗകര്യങ്ങളുടെ പോരായ്മയും പാരത്രികമായ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളുടെ മേന്മയും മാനവ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ എന്ത് ചെയ്യാൻ കഴിയൂ? അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ദുനിയാവ് നിസ്സാരമാണെന്നും ഐഹികമായ സുഖ സൗകര്യങ്ങളല്ല എനിക്ക് വേണ്ടതെന്നും പരലോകമാണ് തന്റെ ഏറ്റവും വലിയ നിയ്യത്തിൽ കടന്നു വരേണ്ടതെന്നും ബോധ്യമാകണമെങ്കിൽ ഈ ആയത്തുകളിൽ നമ്മൾ ശരിക്കും വിശ്വസിച്ചു കഴിഞ്ഞാലേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പല ആയത്തുകളിലും ഓർമ്മപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒന്ന് സൂറത്ത് ആല ഇംറാൻ 198 ആയത്തിൽ കാണാം, ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നുസുലൻ മിൻ ഇൻദില്ലാഹ് വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാരോ അവർക്ക് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളുണ്ട്. അതിലവർ ശാശ്വതവാസികളായിരിക്കും. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വിരുന്ന് സൽക്കാരമത്രേ അവർക്ക് ലഭിക്കുന്നത്. എന്നിട്ട് പറയാണ്, വമാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഖൈറുൽ ലിൽ അബ്റാർ, പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് പുണ്യവാന്മാരെ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം പരലോകമാണ്. ആ പരലോകത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ തെരഞ്ഞെടുക്കരുതേ എന്ന സന്ദേശം അള്ളാഹു മനുഷ്യൻ അറിയിച്ചിരിക്കുകയാണ്. ഇതേ ആശയം സൂറത്ത് ത്വാഹ 131 ആയത്തിൽ, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നിന്റെ ഇരു കണ്ണുകളെയും ഐഹികമായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളിലേക്ക് നീ തിരിച്ചു വെക്കരുത്. ഐഹികമായ ജീവിതത്തിന്റെ വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളിലേക്കും സുഖസൗകര്യങ്ങളിലേക്കും നിന്റെ കണ്ണുകളെ നീ നീട്ടിപ്പിടിക്കരുത്. അതിൽ നീ പെട്ടുപോയാൽ നീ അതിൽ ഫിത്നയിൽ അകപ്പെടും. അതുകൊണ്ട് വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അവിടെയും പറഞ്ഞു, നിന്റെ രക്ഷിതാവിന്റെ റിസ്ഖ് അഥവാ സ്വർഗം, അതാണ് ഖൈറുൻ വഅബ്ഖാ, എന്നെന്നും ബാക്കിയാകുന്ന സുഖവും അതാണ്. ഏറ്റവും ഉത്തമമായ റിസ്ഖും വിഭവങ്ങളും അതാകുന്നു. ഇനിയും സൂറത്ത് ആല ഇംറാനിലെ 14-15 ആയത്തുകളിൽ മനുഷ്യൻ മോഹിക്കുന്ന ഭൗതികമായ സുഖ സൗകര്യങ്ങളെയൊക്കെ മൊത്തത്തിൽ അങ്ങ് പറയാണ്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها
വഅസ്വാജും മുതഹ്ഹറത്തും വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. മനുഷ്യൻ മോഹിക്കുന്ന കാമിക്കുന്ന ഭൗതികമായ സുഖസൗകര്യങ്ങളെയൊക്കെ മൊത്തത്തിൽ അങ്ങ് എടുത്തു പറഞ്ഞു. മനുഷ്യന് അലങ്കാരമായി തോന്നിക്കപ്പെട്ടതിന്റെ പേരിൽ അവൻ വല്ലാതെ കാമിക്കുകയും മോഹിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ് ഏതൊക്കെ? സ്ത്രീകൾ, സന്താനങ്ങൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം, കുതിരകൾ, നാക്കാലികൾ, കൃഷി, ഇതൊക്കെ മനുഷ്യന്റെ മോഹങ്ങളാണ്. ഇവയ്ക്കൊക്കെ വേണ്ടി മനുഷ്യൻ പരലോകത്തെ മറക്കാറുണ്ട്. ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ പരലോകത്തെ ത്യജിക്കുകയും മറന്നുകളയുകയും ചെയ്യാറുണ്ട്. അത് പറഞ്ഞിട്ടല്ല ഓർമ്മപ്പെടുത്തി, ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ കേവലം ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമാണ്. ഇതുമേൽ കെട്ടിമറിഞ്ഞ് അതാണെല്ലാം എന്ന് വിചാരിച്ച് പരലോകത്തെ മറക്കല്ല ജനങ്ങളെ. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിന്റെ അടുക്കലത്രേ ഏറ്റവും നല്ല ചെന്നു ചേരാനുള്ള ഇടമുള്ളത്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ആഖിറം മറന്നുകളയല്ല. തുടർന്നുകൊണ്ട് നബിയോട് കൽപ്പിക്കുകയാണ്, ഖുൽ, പ്രവാചകരെ പറയൂ, അഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിഖൈരിം മിൻ ദാലികും, ഇമേൽ പറഞ്ഞതൊന്നുമല്ലാത്ത അതിനേക്കാൾ ഖൈറായത് പറഞ്ഞു തരട്ടെയോ, ലില്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കുണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുക്കലുണ്ട്, ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളുണ്ട്, അവരതിൽ നിത്യവാസികളാണ്, പരിശുദ്ധകളായ ഇണകളും അവർക്കവിടെയുണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സംതൃപ്തിയും അവർക്ക് കിട്ടാനുണ്ട്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അടിമകളുടെ ഓരോ കാര്യങ്ങളും നന്നായി കണ്ടറിയുന്നവനാകുന്നു അല്ലാഹു. ഈ ആയത്തിലൂടെയും അല്ലാഹു നമ്മോട് അറിയിക്കുന്നത്, ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സുഖസമ്പൂർണമായ പരലോകം മറക്കുന്നത്. സ്വർഗം മനുഷ്യൻ മറക്കുന്നത് ദുനിയാവിലെ ഈ സുഖങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഈ അള്ളാഹു പറഞ്ഞ ഈ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാ നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്നത്, നോമ്പൊഴിവാക്കുന്നത്, സക്കാത്ത് കൊടുക്കാത്തത്, പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നത്, റബ്ബിനെ മറക്കുന്നത് എന്ന് നമുക്ക് അധികം ആലോചിക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയാ മനുഷ്യൻ ഈ ദുനിയാവിൽ ഇങ്ങനെ പാടുപെട്ട് പരലോകം മറക്കുന്നത്. ഇവരെ പോറ്റാൻ, ഇവരെ കിട്ടാൻ, ഇതിന്റെ അവകാശികളാവാൻ, സ്വത്തും കനകവും പെണ്ണും, കനകം മൂലം, കാമിനി മൂലം കലഹം, ഭൂവിൽ പലവിധ ഇത് മൂലം എന്ന് പണ്ടാരോ പറഞ്ഞില്ലേ? അത്രത്തോളം മനുഷ്യൻ ഇതിനു വേണ്ടിയാണ്, കനകത്തിന് വേണ്ടി, പൊന്നിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പണത്തിന് വേണ്ടി, അതിനുവേണ്ടി തന്നെയാണ് മനുഷ്യൻ പരലോകം മറക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ കേവലം ഭൗതികതയിലെ ഏതാനും കാലഘട്ടത്തേക്ക് മാത്രം ഉള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഹൈറാണ് സ്വർഗം, ഹൈറാണ് സ്വർഗം എന്ന് ഓർമ്മപ്പെടുത്തി. എന്താണ് ഇത് ഇത്ര മഹത്വം ഇതിനുണ്ടാകാൻ കാരണം? സ്വർഗത്തിലെ സൗകര്യങ്ങളും ഭൗതിക ലോകത്തിന്റെ കാര്യങ്ങളുടെ ഇവിടുത്തെ സുഖങ്ങളും തമ്മിലുള്ള താരതമ്യത്തിൽ ഖുർആൻ പറഞ്ഞ ഒരു 3-4 യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ അള്ള പറഞ്ഞത് അതൊക്കെ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ എന്നാണ്. മതാഉദ് ദുനിയ ഖലീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. പ്രവാചകരെ പഠിപ്പിച്ചു കൊടുക്കൂ, ഐഹികമായ വിഭവങ്ങളും സുഖങ്ങളുമൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ്, അത് വളരെ കുറഞ്ഞതാണ്. അതേ അവസരത്തിൽ ആഖിറമാകട്ടെ, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർക്ക് അതാകുന്നു ഉത്തമം. എത്രത്തോളം ഈ ലോകത്തുള്ള സുഖസൗകര്യങ്ങളും പരലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമാരൂപത്തിൽ വിവരിച്ചു തരികയാണ്. വല്ലാഹി മദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഹാദിഹി ഫിൽ യമ്മി ഫൻളുർ ബിമാ യർജിഉ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് അവിടുന്ന് പറയുന്നത്? അള്ളാനെ തന്നെയാണ് സത്യം. ആഖിറത്തിലെ സുഖസൗകര്യങ്ങളെ അപേക്ഷിച്ച് ദുനിയാവിന്റെ സുഖങ്ങള് എത്രത്തോളേ ഉള്ളൂ? ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഹാദിഹി.
എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന യഹ്യ വഅശാറ യഹ്യ ബിസ്സബ്ബാബ, ചൂണ്ടുവിരലിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ടാണ് നിബിതങ്ങൾ പറഞ്ഞത്. എന്ത്? ദുന്യാവിന്റെ സുഖങ്ങൾ ആഖിറത്തിലെ സൗകര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുന്യാവ് എല്ലാം കൂടെ, ദുന്യാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ ആഖിറത്തിന്റെ സുഖ സൗകര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏതുപോലെ മാത്രമാണ്? നിങ്ങളിൽ ഒരാൾ അവന്റെ ചൂണ്ടുവിരൽ മുക്കുന്നത് പോലെ, നിങ്ങളിൽ ഒരാൾ അവന്റെ ചൂണ്ടുവിരൽ മുക്കി പിടിക്കുന്നത് പോലെ. എവിടെ? ഫിൽ യമ്മി, സമുദ്രത്തിൽ. സമുദ്രം പാരാവാരം, പരന്നു കിടക്കുന്ന അറ്റമില്ലാത്ത സമുദ്രം. ആ സമുദ്രത്തിലെ വെള്ളം എത്രയാണ്? ആർക്കാ കണക്കാക്കാൻ കഴിയുക? അതിന്റെ ആഴം എത്രയാണ്? എത്രയാണ് അതിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും, അതിലുള്ള വെള്ളവും അതിലുള്ള ജീവിതാലങ്ങളും ഒന്നും നമുക്കറിയില്ല. ആ അങ്ങനെയുള്ള ഒരു സമുദ്രത്തിൽ നിങ്ങളിൽ ഒരാൾ അവന്റെ പെരുവിരൽ, അവന്റെ ചൂണ്ടുവിരൽ എന്ത് ചെയ്യുന്നു? മുക്കിപ്പിടിക്കുന്നു. എന്നിട്ട് ഫൻലുർ, അവനൊന്ന് നോക്കട്ടെ. ബിമ യർജിഉ, എന്നിട്ട് ആ കൈയൊന്നു പൊക്കുക. കടലിൽ മുക്കിയ നിന്റെ കൈവിരൽ പൊക്കി നോക്കുമ്പോ നിന്റെ കൈവിരലിൽ പറ്റിപ്പിടിച്ച വെള്ളത്തിന്റെ അളവെത്ര? നിന്റെ കൈവിരലിൽ പറ്റിപ്പിടിച്ച നനവിന്റെ തോതെത്ര? നീ മുക്കിയിട്ടുള്ള സമുദ്രത്തിലെ വെള്ളത്തിന്റെ തോതെത്ര? അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ ജനങ്ങളെ പാരാവാരം പോലെ വിശാലമായി കിടക്കുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് പരലോകത്ത്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലുള്ളത്. ഒരു കടലിൽ നിങ്ങൾ വിരലൊന്ന് മുക്കിയാൽ അതിലുള്ള വെള്ളമെത്ര? നിങ്ങളുടെ കൈവിരലിൽ പറ്റിപ്പോകുന്ന നനവെത്ര? ഇത്രയുള്ളൂ ദുന്യാവ്. ഇതിനു വേണ്ടി നിങ്ങൾ പരലോകം നഷ്ടപ്പെടുത്തണോ? ഇതിനു വേണ്ടി പരലോകം മറന്നു കളയണോ? ഇതാണ് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നത്. ആകയാൽ ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ആഖിറത്തിൽ വിജയം വരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങാതെ ദുന്യാവിന്റെ സുഖങ്ങളെയും സൗകര്യങ്ങളെയും നോക്കിയിട്ട് നന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നവരെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞെടുത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ് ഇസ്താഖൽതും മിനൽ അർദ് അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി സഹാബത്തിനോട് ആഹ്വാനമുണ്ടായ ഘട്ടത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. നല്ല കഠിനമായ ചൂടുള്ള സമയത്ത് ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങാൻ ആളുകൾ മടിക്കുന്ന, ഭയപ്പെടുന്ന ഒരു അത്യുഷ്ണമുള്ള ഒരു ചൂടിന്റെ വേനൽ കാലഘട്ടം. മാത്രമല്ല, കാർഷികമായ വിളകളൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് അറബ് നാടുകളിലുള്ള ഈത്തപ്പഴത്തിന് ചൂട് കൂടുമ്പോഴാണ്, ചൂടതിന്റെ പാരമ്യതയിൽ എത്തുമ്പോഴാണത് നല്ല പഴുത്തു പാകമായി വിളവെടുക്കേണ്ടുന്ന കാലം. അതുകൊണ്ട് തന്നെ അതിന്റെ കൃഷിയിൽ ശ്രദ്ധിക്കുന്ന ഒരാളും ആ സമയത്ത് നാടുവിട്ടു പോകാൻ ഇഷ്ടപ്പെടില്ല. ഈ സമയത്ത് ഇത് പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതൊന്നിനും കൊള്ളൂല, പഴുത്ത് താഴെ വീഴും, നശിച്ചു പോകും. ഈ രൂപത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെയുള്ള ഒരു സമയത്താണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകണം, നാടുവിടണം, മദീന വിടണം എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം കൊടുക്കുന്നത്. അന്ന് പല ആളുകളും എന്ത് ചെയ്തു? പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പിന്തിരുന്നു. പലരും പറഞ്ഞു ചൂടാണ്, മുനാഫിക്കീങ്ങൾ അത് ഉപയോഗപ്പെടുത്തി അത്യുഷ്ണത്തിന്റെ സമയത്ത് യുദ്ധത്തിന് പോവുക, കാർഷികമായ വിളവെടുപ്പുകൾ നടത്തി ഏറ്റവും നല്ല ലാഭം കൊയ്യേണ്ടുന്ന ഈ അവസരങ്ങളിൽ ഇതൊക്കെ ഇട്ട് യുദ്ധത്തിന് പോവുക. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും കുശുകുശുക്കലുകളും ഒക്കെ നടന്നപ്പോ വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ അതിൽ പെട്ടുപോകുമോ എന്ന് വന്നപ്പോ അല്ലാഹു തആല ഗൗരവത്തോടുകൂടെ വിളിച്ചു ചോദിച്ചതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെടുമ്പോൾ, ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടൂ ജനങ്ങളെ എന്ന് പറയപ്പെടുന്ന നേരത്ത്, ഇസ്സാഖൽതും മിനൽ അർളി, നിങ്ങൾ എന്താ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? നിങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോ ഭൂമിയിലേക്ക് തന്നെ നിങ്ങൾ അങ്ങ് കനം തൂങ്ങിയിരിപ്പാണോ? അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തെ കൊണ്ടാണോ നിങ്ങൾ തൃപ്തിപ്പെടുന്നത്? മിനൽ ആഖിറ, പരലോകത്ത് കിട്ടാനുള്ള സൗകര്യങ്ങളെക്കാൾ നിങ്ങൾ ദുന്യാവിലെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണോ?
എന്നാ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിലെ സൗകര്യങ്ങളെല്ലാം കൂടി ഫിൽ ആഖിറ, പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ ഖലീൽ, അത് വളരെ തുച്ഛം മാത്രമാകുന്നു. അവിടെയും അല്ലാഹു തആല വിശ്വാസികൾക്ക് ഭയങ്കര പ്രോത്സാഹനം കൊടുത്തു. അവിടെ പിന്നാരും മടിച്ചു നിന്നില്ല, ഈമാനുള്ള മുഴുവൻ ആളുകളും പോയി. അതല്ല യുദ്ധരംഗത്ത് എനിക്കിപ്പതിൽ ചാടിയാണ്ട് ഞാൻ അങ്ങോട്ട് ഷഹീദാവുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയെടുത്ത് വായിലേക്ക് ഇടാനെന്ന സഹാബിയാണ്. പോരാടിയിട്ട് മരിച്ച സ്വർഗം തന്നെയാണെന്ന് പറയലും, ആ ഈത്തപ്പഴം തിന്നണ്ട കാരക്ക തിന്നണ്ട നേരം പോലും ഒഴിവാക്കിക്കൂടാ, അതുപോലും ഞാൻ നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് വിചാരിച്ച് വായിലേക്കെടുത്ത കാരക്ക വലിച്ചെറിഞ്ഞ് യുദ്ധരംഗത്തേക്ക് സഹാബിമാർ നീങ്ങുകയാണ് റളിയല്ലാഹു അൻഹും. അവര് പോയ സ്വർഗത്തിലേക്ക് പോകാൻ ആ സഹോദരങ്ങളെ നമ്മളൊക്കെ മെനക്കെട്ട് തയ്യാറായി കാത്തു നിൽക്കുന്നത് ആര്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒന്ന് ഇറങ്ങൂ, ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിലേക്ക് ആവുന്നത് ചെയ്യൂ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണെങ്കിൽ ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് അത് ചെയ്യൂ, ഉപദേശിക്കൂ, പഠിച്ചത് നിങ്ങൾ പറയൂ, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കൂ. ആ മാർഗത്തിലേക്ക് എന്താണാവുന്നതെങ്കിൽ പലരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്, പലർക്കും പല കഴിവുകളാണ്. ആ കഴിവുകൾ ഏതും സഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു, പലർക്കും പല കഴിവുകളായിരുന്നു. എല്ലാവരും ഒരേ കഴിവുകളും ബുദ്ധി നിലവാരത്തിലുമുള്ളവരുമായിരുന്നില്ല. പക്ഷേ എല്ലാവരുടെയും കൂട്ടമായ ആ മുന്നേറ്റമായിരുന്നു ഇസ്ലാമിന്റെ വളർച്ചയുണ്ടാക്കിയത്. നമ്മുടെ സമൂഹത്തോടും ഇസ്ലാം പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടൂ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടൂ. അതിന്റെ പേരിലുള്ള ഒരു പരിഹാസം വരെ കേൾക്കാൻ തയ്യാറില്ലാത്ത നമ്മൾ, ഒരു കൂക്കുവിളി കേട്ടാൽ മാളത്തിലൊളിക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണാർത്ഥം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി നടന്നാൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന നിസ്സാരമായ എതിർപ്പുകളെ പോലും പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ആ രംഗത്ത് നിന്ന് ഒളിച്ചോടുന്നവർ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് എന്ത് പറഞ്ഞാലും അതിനു വേണ്ടി കൃത്യമായി മുന്നിട്ടിറങ്ങി ജീവൻ മരണ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയിരുന്ന സഹാബത്തിനോടാണ് അള്ളാഹ് ഈ പറഞ്ഞത്. നമ്മൾ ഓർക്കണം, ഒന്നും ചെയ്യാതെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നവനോട് ഇറങ്ങിയ ആയത്തല്ല ഇത്. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. എന്തേ നിങ്ങൾക്ക് പറ്റിയത് മുഅ്മിനീങ്ങളെ? അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോ ഭൂമിയിൽ കനം തോങ്ങി ദുന്യാവിന്റെ ന്യായങ്ങളും പറഞ്ഞ് ഇവിടെ കുത്തിയിരിക്കുകയാണോ എന്ന് ചോദിച്ചത് എന്നെ പോലെയും നിങ്ങളെ പോലെയുമുള്ള ശുദ്ധ മടിയന്മാരെ നോക്കിയിട്ടല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനം കേട്ടുകഴിഞ്ഞാൽ എന്തും അവഗണിച്ചുകൊണ്ട് മുന്നേറുന്ന സഹാബിമാരിൽ ഒരല്പനേരത്തേക്ക് ഈത്തപ്പഴം പഴുത്തു പാകമായി നിൽക്കുകയല്ലേ, അത് പറിക്കേണ്ട കാലമല്ലേ, പുറത്തിറങ്ങിയാൽ ഒരൽപ്പം ചൂടല്ലേ എന്ന് തോന്നി തുടങ്ങി എന്ന് വന്നപ്പോഴേക്കാണ് അല്ലാഹു തആല പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നമ്മെക്കുറിച്ച് ഒരായത്ത് ഇറങ്ങുകയാണെങ്കിൽ ഏത് നിലക്കായിരിക്കും അല്ലാഹു അഭിസംബോധന ചെയ്ത് പറയുക? നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങൽ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ നിസ്കരിച്ച്, ഞാൻ നോമ്പ് നോറ്റ്, ഞാൻ അങ്ങ് നല്ലവനായി ജീവിക്കുക, അതല്ല ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഓരോ മുസ്ലിമും തീരുമാനിച്ചാൽ ഇവിടെ ഇസ്ലാം ഉണ്ടാകുമോ? ഇവിടെ ഇസ്ലാമിന്റെ ദഅവത്ത് ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു വളരെ കൃത്യമായി പറയുന്നത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുന്നേറ്റം. അതിന് മനുഷ്യർക്ക് നൽകപ്പെട്ട കഴിവുകൾ വിഭിന്നങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്. ആ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ കലിമത്ത്, അവന്റെ ആദർശം ലോകത്ത് ഉയർന്നു നിൽക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സഹകാരികളാവേണ്ടതുണ്ട്. ഇന്നാളുകളെ അതിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ തന്നെ നടത്തപ്പെടുകയാണ്. ദഅവാരംഗത്ത് ഇറങ്ങി പുറപ്പെടുന്ന ചെറുപ്പക്കാരെ ഫ്രീസ് ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ ദഅവത്തിന് ഇറങ്ങാൻ മാത്രം നിങ്ങൾ പോന്നവരല്ലെന്നും നിങ്ങളൊന്നും ഇസ്ലാമികമായ ദഅവത്തിന് ഇറങ്ങാൻ പറ്റിയ ആലിമീങ്ങളായിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യട്ടെ എന്ന നിലക്ക് ആ രംഗത്തേക്ക് പടച്ചവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കാലെടുത്ത് വെക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വലിയ കുറ്റം കിട്ടുന്ന പണിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് ദഅവാ രംഗത്ത് നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്നവർ ആരായിരുന്നാലും മാപ്പർഹിക്കാത്ത പാതകമാണ് അവർ ഈ സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത്
നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ യുദ്ധത്തിനും ആ നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവരൊക്കെ എല്ലാവരും ഒരേ ബൗദ്ധിക നിലവാരത്തിലായിരുന്നുവെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? അവരുടെ കൂട്ടത്തിലും വലിയ ബുദ്ധിശക്തിയുള്ള വലിയ ഫഖീഹുകൾ ഉണ്ടായിരുന്നു, വലിയ ആലിമീങ്ങൾ, വലിയ പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കർമ്മശാസ്ത്രം അറിയാവുന്നയാൾ ഇന്നയാളാണ്, ഖുർആൻ ഏറ്റവും അറിയുന്നയാൾ ഇന്നയാളാണ്, ഖുർആനിന്റെ വ്യാഖ്യാനം അറിയുന്നയാൾ കൂട്ടത്തിൽ ഇന്നയാളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. എന്നിട്ടോ അവരെ കൊന്നിച്ചാ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് ആവുന്ന രൂപത്തിലുള്ള പ്രയത്നങ്ങളും അധ്വാനങ്ങളും നടത്തുന്നതിൽ നിന്ന് പോലും പല രൂപത്തിലുള്ള ദുർന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ പിറകോട്ട് പിടിച്ച് വലിച്ചു നിർത്തി ആവുന്ന സേവനങ്ങൾ പോലും ദീനിന് ചെയ്യാത്തവരാക്കി ഫ്രീസാക്കി അവരെ അധപ്പതിപ്പിക്കുന്ന ഒരു ദുരന്തം, അതിനെക്കുറിച്ച് ജാഗ്രതയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ മുന്നേറ്റത്തിന് ആഹ്വാനമുണ്ടാകുമ്പോൾ ആ മാർഗത്തിൽ നിന്നൊരിക്കലും പിന്നോട്ട് പോയിക്കൂടാ. അതിനാവശ്യമായ കോപ്പുകളും അതിനാവശ്യമായ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള സജ്ജീകരണങ്ങളും വിശ്വാസി നേടിയെടുത്തുകൊണ്ട് സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ സ്വർഗത്തിന് സ്വർഗീയ സുഖ സൗകര്യങ്ങളെ ഭൗതികമായ ലോകത്തിന്റെ സൗകര്യങ്ങളെ അപേക്ഷിച്ച് അള്ളാഹു മഹത്വം പറയാൻ കാരണം ഈ ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ എന്താണ്? ഖലീൽ, അത് വളരെ തുച്ഛമാണ്. രണ്ടാമത്, സ്വർഗീയമായ വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ ശ്രേഷ്ഠമാണ്. ദുന്യാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും പരലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, പേരിൽ മാത്രമേ ബന്ധങ്ങളുള്ളൂ. അവിടെ ലഭിക്കാൻ പോകുന്ന വസ്ത്രം, സ്വർഗീയമായ വസ്ത്രം, സ്വർഗീയമായ ആഹാര പദാർത്ഥങ്ങൾ, സ്വർഗീയമായ പാനീയങ്ങൾ, സ്വർഗീയമായ ആഭരണങ്ങൾ, വേഷഭൂഷാദികൾ, അവിടുത്തെ കൊട്ടാരങ്ങൾ, മണിമാളികകൾ എല്ലാം ഭൗതിക ലോകത്ത് നമുക്ക് തിരിയുന്ന ചില വാക്കുകൾ പറഞ്ഞു എന്നതല്ലാതെ പേരിൽ മാത്രമേ അതും ഇതും തമ്മിൽ ബന്ധമുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, ഒരു വടി വെക്കാനുള്ള സ്ഥലം സ്വർഗ്ഗത്തിൽ മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഒരു വടി, ഒരു ചാട്ടവടി, ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഒരു അല്പസ്ഥലം സ്വർഗത്തിൽ, അത് ആ കുറഞ്ഞ സ്ഥലം, സ്വർഗത്തിലെ കുറഞ്ഞ സ്ഥലം പോലും ഈ ദുന്യാവിലുള്ള മുഴുവൻ സുഖ സൗകര്യങ്ങളെക്കാൾ ഉത്തമമാണെന്ന് വന്നാൽ പിന്നെ അതിനു വേണ്ടി, ഈ ദുന്യാവിന്റെ നിസ്സാരതകൾക്ക് വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്താൻ മനുഷ്യന് സാധ്യമാകുമോ? മൂന്നാമത്, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രയോഗങ്ങൾ സ്വർഗം എല്ലാവിധത്തിലുള്ള മായങ്ങളിൽ നിന്നും മുക്തമാണ്, മാലിന്യമുക്തമാണ്. ദുഷിച്ച മണങ്ങളില്ല, വാസനകളില്ല, കാഷ്ടമില്ല, മൂത്രമില്ല, ഹൈലില്ല, നിഫാസില്ല, ഋതുരക്തമില്ല, ആ നിലക്കുള്ള ഒന്നുമില്ല. കള്ളമില്ല, പൊളിവാക്കുകളില്ല, കുറ്റകരമായ പ്രവർത്തനങ്ങളില്ല, ആ നിലക്കുള്ള അസൂയയില്ല, അഹങ്കാരമില്ല, കുശുമ്പില്ല, ഒന്നുമില്ല. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇവക്കൊക്കെ അവലംബയോഗ്യമായ ആയത്തുകൾ നമ്മൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിലുള്ള സൗകര്യങ്ങളൊക്കെ നീങ്ങും, പരലോകമാണ് ശാശ്വതം എന്ന് അല്ലാഹു പറഞ്ഞു. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ ആയത്ത്. നിങ്ങളുടെ കൈകളിലുള്ളതൊക്കെ തീർന്നു പോകും ജനങ്ങളെ, അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ് എന്നൊന്നും ബാക്കിയായിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെയാണ് അല്ലാഹു നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സ്വർഗത്തെ മറന്നുകൊണ്ട്, പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കല്ലേ. മനുഷ്യ സ്വഭാവം എടുത്തു പറഞ്ഞു. നമ്മൾ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ അഅലയിൽ നമ്മൾ കേൾക്കുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്താ അവർ തിരഞ്ഞെടുക്കുന്നത്? ദുനിയാവ്. ആഖിറമാണ് ഖൈറുൻ വഅബ്ഖാ, അത്യുത്തമമായതും എന്നെന്നും ബാക്കിയുള്ള ജീവിതവും അവിടെയാണ്. പക്ഷേ ആ എന്നെന്നും ബാക്കിയുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് കുറഞ്ഞ കാലത്തേക്ക് ദുനിയാവിൽ കിട്ടുന്നതിനാണ് ആളുകളൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിൽ പെട്ടുപോകരുത് എന്ന് അല്ലാഹു പറയാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 2 കാര്യങ്ങൾ പറയാണ്. സ്വർഗത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അള്ളാഹു അവന് നൽകുന്ന 2 ഗുണങ്ങൾ. അതിൽ ഒന്ന് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി. അള്ളാഹു തആല സ്വർഗവാസികളോട് ചോദിക്കും. ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സ്വർഗവാസികളോട് ചോദിക്കും,
ഓ സ്വർഗക്കാരേ, നിങ്ങൾക്കിനി വല്ലതും വേണോ? നിങ്ങൾക്ക് തൃപ്തിയായോ? ഇപ്പൊ സ്വർഗക്കാര് പറയും, ഇതിന്റെ സൃഷ്ടികളിൽ ആർക്കും നൽകാത്തത്ര വലിയ അനുഗ്രഹങ്ങളല്ലേ റബ്ബേ നീ ഞങ്ങൾക്ക് ഇവിടെ നൽകിയത്, പിന്നെ ഞങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? അള്ളാഹുവിന്റെ ചോദ്യം, അലാ ഉഅതീകും അഫ്ദല മിൻ ദാലിക്, കിട്ടിയതിനേക്കാളെല്ലാം ഇനി ഒരു വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫയഖൂലൂന യാ റബ്ബ്, അതേ വഅയ്യു ശൈഇൻ അഫ്ദല മിൻ ദാലിക്, ഈ സുഖങ്ങളും സൗകര്യങ്ങളെക്കാളും അപ്പുറം ഇനി എന്താ കിട്ടാനുള്ളത്? അവിടുന്ന് പറയും, എന്റെ തൃപ്തി നിങ്ങളിൽ ഇനി എന്നൊന്നും നിലനിൽക്കും. ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഇനി ഒരു കാലത്തും എന്റെ കോപം നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നതല്ല. എന്റെ റിളവാന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, എന്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ തൃപ്തി അള്ളാന്റെ റിളാ, അള്ളാഹുവിന്റെ റിളവാൻ, റിളവാനും മിനല്ലാഹ്, അള്ളാഹ് നമ്മളെയാണ് തൃപ്തിപ്പെടുക. പിന്നെ പടച്ച റബ്ബ് കോപിക്കുന്ന ഒരവസ്ഥയേയില്ല. അള്ളാന്റെ തൃപ്തി ഉണ്ട് എന്ന്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് കേൾക്കുന്നതോടുകൂടി സ്വർഗവാസികൾ വല്ലാത്തൊരാനന്ദത്തിലേക്ക് അവരെത്തും. രണ്ടാമത് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിലേക്ക് അവർക്ക് നോക്കാനുള്ള സൗഭാഗ്യം കിട്ടലാണ് ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു അനുഗ്രഹം. അള്ളാനെ കാണുക. ആർക്കാ മോഹമില്ലാത്തത്? അള്ളാനെ കാണണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അള്ളാനെ കാണണം. അള്ളാനെന്ന് കണ്ടെങ്കിൽ, പക്ഷെ കാണാൻ കഴിയൂല ഭൗതികമായ ലോകത്ത് വെച്ച്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോലും പ്രകടിപ്പിച്ച ആ ആഗ്രഹത്തിന് അള്ളാഹു കൊടുത്ത മറുപടി, ലൻ തറാനി, എനിക്കെന്നെ കാണാൻ കഴിയൂല. ഭൗതികമായ സംവിധാനത്തിൽ അള്ളാനെ കാണാൻ കഴിയൂല. എന്നാൽ ഒരു കാലത്തും അള്ളാനെ കാണാൻ കഴിയൂല അല്ലാഹു പറഞ്ഞിട്ടില്ല. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങൾ അന്ന് വളരെ ശോഭിച്ച് പ്രസന്നമായി തിളങ്ങിക്കൊണ്ടിരിക്കും. എന്താണ് കാരണം? ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ രക്ഷതിന്റെ രക്ഷിതാവിങ്കലേക്ക് അത് നോക്കിക്കാണുന്നു. അള്ളാനെ കാണാനുള്ളൊരു ഭാഗ്യം മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടും. കാഫിറുകൾക്ക് അത് തടയപ്പെടും. സൂറത്തുൽ മുത്തഫിഫീൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കല്ലാ ഇന്നഹും മിർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർ അവരുടെ റബ്ബിങ്കൽ നിന്ന് മറയിടപ്പെടുക തന്നെ ചെയ്യും. ഹിജാബ് വീഴ്ത്തപ്പെടും, ഹിജാബ് ഇടപെടും. ആർക്കിടയിൽ? കാഫിറിന്റെയും റബ്ബിന്റെയും ഇടയിൽ. മുഅ്മിനീങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കും, മുഅ്മിനീങ്ങൾക്ക് കൃത്യമായി നോക്കിക്കാണാൻ സാധിക്കും. ഇത് അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ ദഖല അഹ്ലുൽ ജന്ന അൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അല്ലാഹു ചോദിക്കും, തുരീദൂന ശൈഅൻ നസീദുക്കും, ഇനി നിങ്ങൾക്ക് വല്ലതും ഞാൻ വർദ്ധിപ്പിച്ചു തരണോ? അവര് ചോദിക്കും, അലം തുബയ്യിദു വുജൂഹന, ഞങ്ങളുടെ മുഖത്തിന് നീ പ്രസന്നത നൽകിയില്ലേ, വെളുപ്പിച്ചില്ലേ? നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? നരകത്തിയില്ലെന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ഇതങ്ങ് പറയുമ്പോഴേക്ക് റബ്ബദാ അവര് വിചാരിക്കാത്ത നിലക്ക് മറയങ്ങ് നീക്കപ്പെടുന്നു. മറ നീക്കപ്പെട്ടു എന്ന് മാത്രമല്ല, റബ്ബ് അവരിലേക്ക് വെളിവാവുകയാണ്. റബ്ബിനെ അവർ നേർക്കുനേരെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അവർക്ക് സ്വർഗത്തിൽ വെച്ച് നൽകപ്പെട്ട ഇതുവരെയുള്ള സുഖങ്ങളെക്കാളും സൗകര്യങ്ങളെക്കാളും എല്ലാ സംവിധാനങ്ങളെക്കാളും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രംഗം അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കുന്ന നേരമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദത്തുൻ. ലില്ലദീന അഹ്സനു, നല്ല നല്ല പ്രവർത്തനങ്ങളും സുകൃതമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കുണ്ട് അൽ ഹുസ്ന, സ്വർഗമുണ്ട്. വസിയാദത്തുൻ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് വർദ്ധനവുമുണ്ടെന്ന് പറഞ്ഞ ആ വർദ്ധനവിന്റെ ഉദ്ദേശം അന്നദറു ഇലാ വജ്ഹി റബ്ബിഹിൽ കരീം, ഉദാരനായ അവരുടെ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കലാകുന്നു. അള്ളാനെ കാണാൻ കഴിയലാണ് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്.
അതാണ് സൂറത്തു ഖാഫില 35-ാമത്തെ ആയത്തിലും ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആ മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് മുഴുവനും കിട്ടുന്നതാണ്. വലദൈനാ, അതിന്റെ പുറമേ നമ്മുടെ പക്കലുണ്ട് മസീദ്, വർദ്ധനവുമുണ്ട്. ആ വർദ്ധനവിനെയും വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അള്ളാഹനെ കാണാനുള്ള അവസരം കൊടുക്കുക, അള്ളാഹനെ കാണാനുള്ള അവസരം കൊടുക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ് മുഅ്മിനീങ്ങൾ നാളെ പരലോകത്ത് വെച്ച് യഥാർത്ഥമായ അവരുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണും എന്നത്. എന്നാൽ വഴിവിടച്ചു പോയിട്ടുള്ള വിഘടനവാദി സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പല പിഴച്ച കക്ഷികളും പൂർവീകരും ആധുനികരുമൊക്കെ ഈ വസ്തുത നിഷേധിക്കുന്നുണ്ട്. അള്ളാഹനെ ഒരിക്കലും കാണാൻ കഴിയില്ല, ഭൂമിയൊന്നും കാണാൻ കഴിയില്ല, പരലോകത്ത് സ്വർഗത്തൊന്നും കാണാൻ കഴിയില്ല എന്നതാണ് അവരുടെ വാദം. പിന്നെ അള്ളാഹനെ നോക്കി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് വ്യാഖ്യാനം കൊടുക്കണല്ലോ. അങ്ങനെയാണല്ലോ, അള്ളാഹനെ പിന്നെ നോക്കുന്നത് കൊണ്ട് മുഖങ്ങൾ പ്രസന്നം എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കണ്ടേ? അതിനവര് കൊടുക്കുന്ന പേച്ച കക്ഷികൾ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താ? അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അനുഗ്രഹം എന്ന അർത്ഥം, അള്ളാഹ് ഇറങ്ങുന്ന പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്ന അർത്ഥം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കക്ഷികൾ ഇലാ റബ്ബിഹാ നാദിറ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവർ പറഞ്ഞതെന്താണ്? ഐ ഇലാ സവാബിഹി, അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലത്തേക്ക് അവരിങ്ങനെ നോക്കുന്നു. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന സവാബ്, കൂലി അവര് കണ്ടിട്ട് അവരുടെ മുഖങ്ങൾക്ക് പ്രസന്നത വർദ്ധിക്കുന്നതാണ് അവർ അർത്ഥം കൊടുത്തത്, അല്ലാതെ അള്ളാഹനെ കാണൂല. ഇത് പണ്ടും ഇത് വ്യാഖ്യാനിച്ച കക്ഷികളുണ്ട്. അങ്ങനെയുള്ള കക്ഷികളെ സംബന്ധിച്ച് ദാറുൽ ഹിജ്റയിലെ ഇമാമെന്ന് വിശ്വവിഖ്യാതമായി അറിയപ്പെടുന്ന ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിച്ചു, ഇലാ റബ്ബിഹാ നാദിറ, അവയുടെ രക്ഷിതാവിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ആയത്തിനെ കുറിച്ച് ഇന്ന ഖൗമൻ യഖൂലൂന ഇലാ സവാബിഹി, ഇമാമിനോട് ചോദിച്ചു. ജനങ്ങളിൽ ചിലരൊക്കെ അതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അള്ളാഹനെ കാണൂല, അള്ളാഹ് അവർക്ക് നൽകുന്ന പ്രതിഫലത്തെ നോക്കും എന്നാണ് ആ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചതിനെ പറ്റി ഇമാം അവറുകളെ താങ്കൾക്ക് എന്തു പറയാനുണ്ട് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അക്കാലഘട്ടത്തിൽ ചോദിക്കപ്പെട്ടു. ഫഖാല മാലിക്, ഇമാം മാലിക് റഹിമഹുള്ള കൊടുത്ത മറുപടി, കദബു, കളവാണ് അവർ പറഞ്ഞത്, കളവാണ് അവർ പറഞ്ഞത്. അല്ലാഹ് ഇലാ റബ്ബിഹാ നാദിറ എന്ന് പറയുകയും ഹദീസിൽ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ട് അതല്ല അതിന്റെ ഉദ്ദേശം, അത് വേറെയാണെന്ന് പറയാൻ അവരാരാ? അവർക്ക് എന്താ അധികാരം? അതുകൊണ്ട് അവർ നുണയാണ് പറഞ്ഞത്, കളവാണ് പറഞ്ഞത്. എന്നിട്ട് മഹാനവറുകൾ ചോദിച്ചു തിരിച്ചൊരു ചോദ്യം. ആ നോട്ടം അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെ നോക്കിയതാണെങ്കിൽ ഫഅൈനഹും മൻ ഖൗലിഹി തആല കല്ലാ ഇന്നഹും മൻ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ, കാഫിറുകൾക്ക് അന്നേരം മറയിടപ്പെടും എന്ന ആയത്ത് ഇവരെങ്ങനെ വ്യാഖ്യാനിക്കും? കാഫിറുകൾക്ക് കാണാൻ കഴിയില്ല എന്നല്ലേ അല്ലാഹു പറഞ്ഞു. അപ്പൊ എന്താ പ്രതിഫലം കാണൂലാന്നാ? എന്താ വ്യാഖ്യാനിക്കേണ്ടത്? എന്താ അവർ വ്യാഖ്യാനിക്കേണ്ടത്? കുടുങ്ങിപ്പോകൂലേ? അതാണ് പ്രമാണങ്ങളെ ഒന്ന് ദുർവ്യാഖ്യാനിച്ചാൽ അപ്പുറത്ത് പിന്നെ വൈരുദ്ധ്യം പറയേണ്ടി വരും. അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പഴച്ച കക്ഷികളുടെ ദുർവ്യാഖ്യാനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ മഹാനവറുകൾ വളരെ കൃത്യമായി തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രല്ല അദ്ദേഹം വളരെ സ്പഷ്ടമായി ജനങ്ങളോട് ദർസ് നടത്തിയപ്പോ പറഞ്ഞു, അന്നാസു യൻദുറൂന ഇലല്ലാഹി യൗമൽ ഖിയാമത്തി ബിഅഅ്യുനിഹിം, മനുഷ്യന്മാർ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണുന്നതാണ്. ലൗലം യറൽ മുഅ്മിനൂന റബ്ബഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾ തങ്ങളുടെ റബ്ബിനെ കാണുകയില്ലായിരുന്നുവെങ്കിൽ ലം യുഅബ്ബിരില്ലാഹു അനിൽ കുഫാരി ബിൽ ഹിജാബ്, എങ്ങനെ അല്ലാഹു തആല കാഫിരീങ്ങൾക്ക് അത് കാണാൻ കഴിയാതെ മറയിടപ്പെടും എന്ന് പറയുമോ? എന്നിട്ട് ഈ ആയത്തും അദ്ദേഹം ഓതിക്കല്ല ഇന്നഹും മിർ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. അഖീദയെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് അഖീദത്തുൽ തഹാവിയ്യ. ആ അഖീദത്തുൽ തഹാവിയ്യ എന്ന ഗ്രന്ഥത്തിന് ശറഹ് നൽകിയിട്ടുള്ള മഹാനായ പണ്ഡിതൻ പറയാണ്, അൽ മുഖാലിഫു ഫിർ റുയതി, അല്ലാഹുവിനെ നാളെ പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾ കൺകാഴ്ച കാണും എന്ന് പറയുന്നതിനെ എതിർത്ത കക്ഷികളിൽപ്പെട്ടവരാണ് അൽ ജഹ്മിയ്യത്തു വൽ മുഅ്തസിലത്തു വമൻ തബിഅഹും മിനൽ ഖവാരിജി വൽ ഇമാമിയ്യത്തു.
ഈ കക്ഷികളൊക്കെ അതിനെ എതിർക്കുന്നവരാ. ജഹ്മിയാക്കള്, മുഅ്തസിലിയാക്കള്, ഖവാരിജ് കക്ഷി, ഇമാമിയ കക്ഷി, ഇവരൊക്കെ ഈ വാദക്കാരാണ്. അള്ളാനെ കാണാൻ കഴിയൂല, അള്ളാനെ പരലോകത്ത് വെച്ച് കാണൂല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ്. വഖൗലുഹും ബാത്തിലുൻ മർദൂദുൻ ബിൽ കിതാബി വസ്സുന്ന. അവരുടെ ഈ വാക്ക് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തള്ളപ്പെടേണ്ടുന്ന വ്യർത്ഥമായ വാക്കാണ്. വഖദ് ഖാല ബിസുബൂത്തിർ റുയതി. അങ്ങനെ കൺകൊണ്ട് കാണും എന്നത് ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിച്ചവരാണ് അസ്സഹാബത്തു വത്താബിഊന, സഹാബിമാരും അവരെ പിൻപറ്റിയ താബിഈങ്ങളും, വഇമ്മത്തുൽ ഇസ്ലാമിൽ മഅറൂഫൂന ബിൽ ഇമാമത്തി ഫിദ്ദീൻ, മദരംഗ ഇമാമുകളായിട്ട് അറിയപ്പെടുന്ന മുഴുവൻ ഇമാമീങ്ങളും, വാഹിലുൽ ഹദീസ്, ആധുനിക ലോകത്തുള്ള ഹദീസ് പണ്ഡിതന്മാരും, വസായിറു തവായിഫി അഹ്ലിൽ കലാമിൽ മൻസൂബൂന ഇല സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന സർവ്വ കക്ഷികളും എല്ലാവരും അത് അംഗീകരിക്കുന്നവരാണ്. എങ്ങനെ അംഗീകരിക്കാതിരിക്കും? കാരണം വിശുദ്ധ ഖുർആൻ തന്നെ ഇത് പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യമായ വിശദീകരണം കൊടുത്തല്ലോ. പ്രതിഫലം കാണുന്നൊന്നുമല്ല പറഞ്ഞത്, വളരെ കൃത്യമായി ബുഖാരിയിലും കാണാം മുസ്ലിമിലും കാണാം. എന്താണ്? അന്നനാസൻ ഖാലൂ, കുറച്ച് ആളുകൾ വന്ന് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ നമ്മൾ കാണുമോ പ്രവാചകരെ? ഇനി എന്താ ഇതിലപ്പുറം പറയേണ്ടത്? കൃത്യമായ ചോദ്യം, സ്പഷ്ടമായ മറുപടി. എന്താ ചോദിക്കുന്നത്? നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ചോദിച്ചു തിരിച്ചൊരു ചോദ്യം, ഹൽ തുദാറൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തൽ ബദ്രി, പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നതിന് നിങ്ങൾക്ക് വല്ല തടസ്സവും ഉണ്ടാകാറുണ്ടോ? 14-ാം രാവിൽ മാനത്ത് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ പൗർണമി രാവിൽ നിങ്ങൾക്ക് കാണാൻ വല്ല തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല പ്രവാചകരെ, കാണുമല്ലോ, ഇൽക്കത്തർക്ക് നല്ല പൂർണ്ണചന്ദ്രനെ മാനത്തേക്ക് നോക്കി ആരാ കാണാതിരിക്കുക? എത്ര കൃത്യമായിട്ടാണ് ആ കാഴ്ച. രണ്ടാമത്തെ ചോദ്യം, ഹൽ തുലാറൂന ഫിശ്ശംസി ലൈസ ദൂനഹാ സഹാബ്, ഒരു മേഘത്തിന്റെ പൊടിപടലവും മാനത്തില്ലാത്ത ദിവസം കത്തിത്തിളങ്ങുന്ന സൂര്യനെ കാണാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകാറുണ്ടോ? സൂര്യനെ നിങ്ങൾ കാണില്ലേ? ഖാലു, അവര് പറഞ്ഞു, പ്രവാചകരെ, ഇല്ല, ഒരു പ്രയാസവും ഉണ്ടാകില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫൈന്നകും തറൗനഹു കദാലിക, എങ്കിൽ ഇപ്രകാരം നിങ്ങൾ പരലോകത്ത് വെച്ച് അല്ലാഹു ഇങ്ങോട്ട് സംശയിക്കൊന്നും വേണ്ട. പൂർണ്ണചന്ദ്രനെ കാണും പോലെ, സൂര്യനെ നിങ്ങൾ കാണും പോലെ അത്രയും വ്യക്തമാണ് നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയും, റബ്ബിനെ കാണാൻ കഴിയും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടല്ലേ, ഈ പ്രമാണങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ കലാമുകൾക്ക് ദുർവ്യാഖ്യാനം ചമയ്ക്കാൻ ഏതെങ്കിലും വിഘടിത കക്ഷികൾക്ക് സാധ്യമാകുമോ? ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ശരിക്കും കൃത്യമായ പ്രമാണങ്ങളിൽ വന്നതിനെയാണ് പലരും എന്ത് ചെയ്യുന്നത്? യോജിക്കൂല, ബുദ്ധിക്ക് യോജിക്കൂല, രണ്ടാണ് തള്ളിക്കളയുന്നത്. പാടില്ല, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണം സ്വീകരിക്കാത്തവർക്ക് ഖുർആൻ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതിന്റെ യഥാർത്ഥ വിശ്വാസിയുമായി ജീവിച്ച് മരിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള എല്ലാ പിഴച്ച വാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, സ്വർഗവാസികളുടെ അവസാനത്തെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ കണ്ണുനട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗീയമായ അനുഭൂതികൾ നുകരുന്നത് ആ ഒരു വേളയിൽ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സ് നിറയുകയാണ്. അവരൈഹികമായ ലോകത്ത് അനുഭവിച്ച കഷ്ടതകളൊക്കെ അവർ മറക്കുകയാണ്. മറന്നു എന്ന് മാത്രമല്ല, ദുഃഖങ്ങളൊക്കെ നീക്കിത്തന്ന റബ്ബിനെ അവര് സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ മുഅ്മിനീങ്ങൾക്ക് ഉടപ്പുണ്ട്, അങ്ങനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. വഖാലു അൽഹംദുലില്ലാഹ് الذي يذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب لا يمسنا فيها نصب ولا يمسنا فيها لغوب. സൂറത്ത് ഫാത്തിറിലെ 33-34 ആയത്തിൽ സ്വർഗത്തിലേക്കാണ് കടന്ന മുഅ്മിനീങ്ങൾ പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളെയും പോക്കിക്കളഞ്ഞവൻ.
ഞങ്ങളുടെ രക്ഷിതാവ് വളരെയേറെ പൊറുക്കുന്നവനും നന്ദിയോടെ എല്ലാം സ്വീകരിക്കുന്നവനുമാണ്. ഏറ്റവും വലിയ ശാശ്വതത്വത്തിന്റെ വീട്ടിൽ അവൻ ഞങ്ങൾക്ക് സ്ഥിരതാമസം നൽകിയിരിക്കുന്നു. അവന്റെ ഔദാര്യം കൊണ്ടവൻ ശാശ്വതത്വത്തിന്റെ ഭവനത്തിൽ ഞങ്ങളെ ഇറക്കി താമസിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് യാതൊരു നിലക്കുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ക്ഷീണങ്ങളോ ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അവർ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. സൂറത്തു സുമറിലെ 74-ാമത്തെ ആയത്തിലും കാണാം, വഖാലുൽ ഹംദുലില്ലാഹ് വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു وأورثنا الأرض نتبوأ من الجنة حيث نشاء. അവര് പറയും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. അല്ലദീ സ്വദഖനാ വഅദഹു, പണിയെടുത്തോളൂ, അധ്വാനിച്ചോളൂ, ത്യാഗം സഹിച്ചോളൂ, ക്ഷമിച്ചോളൂ, സഹിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ശാശ്വതത്വത്തിന്റെ സ്വർഗം തരാമെന്ന് അവൻ ഞങ്ങളോട് കരാറ് ചെയ്ത കരാറ് സത്യസന്ധമായി അവൻ നീട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് വഔറസനാ, അവൻ ഞങ്ങൾക്ക് അനന്തരം നൽകിയല്ലോ അൽ അർള, സ്വർഗീയമായ ഭൂമി, നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് എവിടെയും ഞങ്ങൾക്ക് താമസിക്കാവുന്ന നിലക്ക് ഈ സ്വർഗത്തെ അവൻ ഞങ്ങൾക്ക് കീഴൊതുക്കി തന്നല്ലോ. അങ്ങനെ അവരുടെ സംസാരങ്ങളും അവരുടെ പ്രാർത്ഥനകളും എല്ലാം ഈ തസ്ബീഹും അതുപോലെ തന്നെ തഹ്മീദുകളുമായിരിക്കും. സൂറത്ത് യൂനുസിലെ 10-ാമത്തെ ആയത്തിൽ കാണാം, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം, തഹിയ്യതുഹും ഫീഹാ സലാം وآخر دعواهم أن الحمد لله رب العالمين. دعواهم فيها, വിശ്വാസികളുടെ ആ സ്വർഗത്തിലുള്ള പ്രാർത്ഥനയും അവരുടെ സ്തുതിയൊക്കെ എന്തായിരിക്കും? സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, നീ മഹാപരിശുദ്ധൻ എന്നിങ്ങനെ അവനെ വാഴ്ത്തി വാഴ്ത്തി വാഴ്ത്തിക്കൊണ്ടേയിരിക്കലാണ്. വതഹിയ്യതുഹും ഫീഹാ, സ്വർഗ്ഗത്തിൽ അവരുടെ അഭിവാദനങ്ങൾ എന്താണ്? സലാം 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 സലാം, സമാധാനത്തിന്റെ. വആഖിറു ദഅവാഹും, അവരുടെ പ്രാർത്ഥനയുടെ അവസാനം എന്തായിരിക്കും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ പ്രാർത്ഥനയുടെ അവസാനം സർവ്വലോക പരിപാലകനത്രേ സർവസ്തുതിയും, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നതായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ അവസാനം. എന്നിങ്ങനെ സ്വർഗവാസികളായ ആളുകളെ സംബന്ധിച്ച് അവരവിടെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തസ്ബീഹുകളും തഹ്മീദുകളും അല്ലാഹു തആല നമ്മെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഉണർത്തിയിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, സ്വർഗത്തിൽ നിവസിക്കുന്ന ആളുകളെ, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ആളുകൾ, സ്വർഗം കരസ്ഥമാകുവാൻ വേണ്ടി അധ്വാനിക്കാൻ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട വാക്കുകൾ, പ്രവൃത്തികൾ, കർമ്മങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ സുഖങ്ങളുടെ ലോകമായ സ്വർഗത്തിലേക്ക് എത്താൻ, എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും മുഴുകാൻ, വിശ്വാസം നന്നാവാൻ, കർമ്മം നന്നാകാൻ, ഇടപെടലുകൾ നന്നാവാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഫിത്നകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മയും അവന്റെ സ്വർഗ്ഗലോകത്ത് അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.